നമസ്കാരം. വേറിട്ട കാഴ്ചയുടെ വിസ്മയ ലോകത്തേക്ക്, നേർക്കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. കരളു പങ്കിടാൻ വയ്യൻ്റെ പ്രണയമേ, പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. മലയാളത്തിൻ്റെ പ്രിയ കവി എ അയ്യപ്പൻ്റെ വരികളാണ്. ലഹരിയുടെ പക്ഷികൾ കൊണ്ടുപോയ ജീവിതത്തെ കവിതയിലൂടെ, വായനയിലൂടെ തിരിച്ചുപിടിച്ച ഒരു കവിയുണ്ട്. കാഞ്ഞങ്ങാട് പുല്ലൂർ വേലേശ്വരത്ത് വിനു വേലേശ്വരം. ചെങ്കൽക്വാറികളിൽ ലോഡിംഗ് തൊഴിലാളിയായി ജീവിതായോധനം നടത്തിയ വിനു 25 വർഷം മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്നു. ജീവിതം തകർത്ത ആ ലഹരിയെ തൂത്തെറിഞ്ഞ് വായനയെയും എഴുത്തിനെയും ലഹരിയാക്കി ഒരു കവിതാസമാഹാരം പ്രസിദ്ധീകരിച്ച് ഇന്ന് തൻ്റെ ജീവിതം തന്നെ ഉദാഹരണമാക്കി കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ എടുക്കുന്ന മദ്യവിരുദ്ധ പ്രവർത്തകനായ വിനു വേലേശ്വരം എന്ന കവിയെ, അദ്ദേഹത്തെ പരിചയപ്പെടാം ഈ നേർക്കാഴ്ചയുടെ അധ്യായത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ ജീവിത പാഠങ്ങളിലേക്ക്. കൊഴിഞ്ഞ തൂവലിനെ ഓർത്ത് പക്ഷി വിലപിക്കാറില്ല. ഇനി പറക്കേണ്ട ഉയരങ്ങളെക്കുറിച്ചാണ് പിന്നെയും പക്ഷിചിന്ത. ഒരു തണ്ട് വാടിയാൽ മരം കരയാറില്ല, മറുതണ്ട് തളിർപ്പിക്കാൻ വേര് പോലും. മദ്യം ജീവിതലഹരിയായി കൊണ്ടു നടന്ന ഇന്നലകളെക്കുറിച്ച്. 10ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് ചെങ്കൽക്വാറികളിലെ ലോഡിംഗ് തൊഴിലാളിയായി ജീവിതായോധനം ആരംഭിച്ച ആ ഇന്നലകളിലെ ദുരിതക്കയങ്ങളെക്കുറിച്ച്. ഒരു പുനർജന്മത്തിൻ്റെ വക്കിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ജീവിതം തന്നെ കൈവിട്ടു പോയ ലഹരിയുടെ കയങ്ങളിൽ നിന്നാണ് പുസ്തക വായന എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു ഞാൻ. ജീവിതം വഴിതെറ്റി എങ്ങനെ ചോദിച്ചാൽ, ചെങ്കൽ മേഖലയിലെ പണിയിലെ ഭയങ്കര ഹാർഡിലെ വർക്കായിരുന്നു. ആ വർക്കിൽ വൈകുന്നേരം ആകുമ്പോൾ മേലും കൈ വേദനയായിട്ട് ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു തീരുമാനം എടുത്തു. എല്ലാവരും പറഞ്ഞു മേലും കൈ വേദന ഉടനെ അടിച്ചാൽ മതി. ജീവിതത്തിലെ ഏറ്റവും നിരാശകരമായ, എൻ്റെ ജീവിതം തന്നെ തകർക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ വക്കുന്നതാണ്. ഏറ്റവും വലിയ സമൂഹം തന്നെ വെറുക്കുന്ന ഒരു മദ്യപാനിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. അങ്ങനെ ചെറുതായിട്ടൊരു വീറിൽ തുടങ്ങി ഞാനാണ് എൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ലൈഫിൻ്റെ ഏറ്റവും സുന്ദരമായ 25 വർഷങ്ങൾ ഞാൻ തുലച്ച്, സ്വന്തം ജീവിതവും തുലച്ചു. മരണത്തിൻ്റെ വക്കോളം എത്തി. നാട്ടിനും വീട്ടിനും സമൂഹത്തിനൊന്നും വേണ്ടാത്തൊരു ക്യാരക്ടർ ആയി ഞാൻ. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. നാട്ടുനടപ്പ് പോലെ, ഞങ്ങളുടെ നാട് പറഞ്ഞാൽ ഒരു ചെങ്കൽ മേഖലയാണ്. എത്ര വരെ പഠിച്ചാലും ഞാനെല്ലാം പഠിക്കുന്ന കാലത്ത് അവരെ അവസാന ജോലി പറഞ്ഞാൽ ചെങ്കൽ മേഖല, കല്ല് കെട്ടും കൊത്തും ലോഡിങ്ങും ആ മേഖലയായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോയത് പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ആ ഇതുകൊണ്ടാണ് പോയത്. 7ാം ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ അതിനിടയ്ക്ക് പഠനം നിർത്തിയിട്ട് 2 മാസം കല്ല് കൊത്താൻ പോയി. പിന്നെ മാഷ് വന്ന് ആദ്യം പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ വേലാശ്വര സ്കൂളിൽ നിന്ന് വെള്ളിക്കോത്ത് സ്കൂളിലെത്തി. 8, 9 വെള്ളിക്കോത്ത് സ്കൂളിലായി. പഠനത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ആടുന്ന 9 ഞാൻ പരാജയപ്പെട്ടു. കൂടെ പോയെല്ലാം ജയിച്ചു, ഞാൻ പരാജയപ്പെട്ടു. ആ നാണക്കേട് സഹിക്കാൻ കഴിയാതെ TC വാങ്ങി ഞാൻ രാവണേശ്വര സ്കൂളിലേക്ക് പോയി. അവിടെ നിന്നും എടുക്കാൻ തയ്യാറായിട്ടില്ല. ഏറ്റവും നല്ല സ്കൂളായി വെള്ളിക്കോത്ത് നല്ല പഠിക്കുന്ന സ്കൂളായിരുന്നു. അവിടെ നിന്ന് തോറ്റു പറയുമ്പോൾ പിന്നെ വേറെ സ്കൂളിൽ എടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നെ എല്ലാവരും വന്നിട്ട് എന്നെ എടുപ്പിച്ചു, സ്കൂളിലേക്ക് അഡ്മിഷൻ എടുപ്പിച്ചു. അങ്ങനെ 9ഉം 10ഉം രാവണേശ്വരം പഠിപ്പിച്ചു. അവിടെ നിന്ന് SSLC തോറ്റു. അതാണ് എൻ്റെ വിദ്യാഭ്യാസം. പിന്നെ SSLC കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്കിറങ്ങി ചെങ്കൽ മേഖലയിലേക്ക്. മദ്യപാനത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ SSLC പരാജയപ്പെട്ടു. ഇനി എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നാട്ടുനടപ്പ് പോലെ ചെങ്കൽ മേഖല തന്നെയായിരുന്നു. അതിൽ നിന്നാണ് അത്രക്കും മേലും കൈ വേദന എടുക്കുന്ന പണിയാണ്. അപ്പോൾ നാട്ടുനടപ്പ്, നമ്മൾ നാടൻ ഭാഷയിൽ മേലും കൈ വേദന എടുക്കും. അപ്പോൾ 2 അടിച്ചാൽ മാറുമെന്ന ഒരു നാട്ടുനടപ്പിൻ്റെ വാക്ക് കേട്ടിട്ട് തുടങ്ങിയാണ് മദ്യപാനത്തിലേക്ക്. പിന്നെ
1 പെഗ്ഗായി 2 പെഗ്ഗായി ബീറിൽ തുടങ്ങിയാണ് 2 പെഗ്ഗായി. പിന്നെ ആഴ്ചയിൽ നിന്ന് 2 ദിവസം ഉണ്ടായത് അത് ആഴ്ച എല്ലാ ദിവസത്തേക്കും മദ്യപാനായിട്ട് മാറ്റപ്പെട്ടു. പിന്നെ അതില്ലാതെ എനിക്ക് ഉറക്കം ഇല്ലാത്തൊരവസ്ഥയായി. അങ്ങനെയാണ് മദ്യപാനത്തിൻ്റെ എന്നെ ജീവിതത്തെ തന്നെ കയ്യേറി പൂർണ്ണമായി ലഹരിക്ക് എന്നെ അടിമപ്പെടുത്തിയത്. പിന്നെ മദ്യപിച്ചാൽ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. ഭക്ഷണം എന്ന സംഭവം എനിക്ക് വേണ്ട. എന്തെങ്കിലും ആ സമയത്ത് കുടിക്കുന്ന സമയത്ത് എന്തെങ്കിലും മിച്ചറോ അങ്ങനെ ഇത് അത് എൻ്റെ ഭക്ഷണം കഴിക്കാത്ത എൻ്റെ ആരോഗ്യത്തെ എല്ലാം ബാധിച്ചു. ഗുരുതരമായ പാൻക്രിയാസ് രോഗത്തിലേക്കും അതിലേക്ക് എന്നെ വഴിതെറ്റിച്ചു. സ്ഥിരം ഡോക്ടറുടെ അടുക്ക സാന്നിധ്യമായി 1-2 ദിവസം പോയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കും, മരുന്ന് വാങ്ങും. വീണ്ടും എന്നെ കീഴടക്കിയ ലഹരി എന്ന സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചു പോകും. വീണ്ടും സമാനമായ അവസ്ഥകൾ സ്ഥിരം വന്നുകൊണ്ട് നിന്നു. അവസാന ഘട്ടത്തിലാണ് ഡോക്ടറും എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ഇനി തീരെ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പെട്ടെന്ന്. അപ്പോഴേക്കാണ് ഗുരുതരമായ പാൻക്രിയാസ് രോഗത്തിൻ്റെ അടിമയാണെന്ന് അറിഞ്ഞത്. മദ്യലഹരിയുടെ ഉത്സവകാലത്ത് ഒപ്പമുണ്ടായിരുന്നവരാരും രോഗക്കിടക്കയിലാവുമ്പോൾ കൂട്ടിനുണ്ടാവില്ലെന്ന് തിരിച്ചറിഞ്ഞ ആ കാലം, ആ ഒറ്റപ്പെടലാണ് വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്തേക്ക് വിനുവിനെ ആനയിച്ചത്. ആ ഓർമ്മകൾ എൻ്റെ എഴുത്ത് ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഗുരുതരമായ രോഗത്തിനടിമപ്പെട്ട് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചില്ല എന്ന സമയത്ത് മരണം മാത്രമാണ് മുമ്പിലുണ്ടായിരുന്നത്. ആ മരണത്തെക്കുറിച്ച് ജീവൻ നിരാശ തോന്നി. എന്തായാലും ഇനി തിരിച്ചില്ല എന്ന്. ആ സമയത്ത് മരണത്തെക്കുറിച്ച് 1-2 വരികൾ ഞാൻ ഫേസ്ബുക്കിൽ കുറിക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും ജീവിതം വെറുത്തു. ആ സമയത്താണ് എൻ്റെ 1-2 വരികളിൽ നെഗറ്റീവോങ്ങിലും എഴുതിയ വരികൾ നെഗറ്റീവോങ്ങും അതിലെന്തോ കാമ്പുണ്ട് പറഞ്ഞിട്ട് കാഞ്ഞങ്ങാടിൻ്റെ നന്മോരം പ്രവർത്തകന ഹരി നോട്ട് റോഡ്ച്ചേരി, ഗൾഫിൽ നിന്നും കാഞ്ഞങ്ങാടിലെ നന്മോരം പ്രവർത്തക ശുഭ ടീച്ചർ, സലാം കേരള വിനോദ് ആൻതിങ്കൽ, ഹരീഷ് ഉത്തമൻ ഇവരെ ബന്ധപ്പെടുകയും എൻ്റെ പോസ്റ്റിനടിയിൽ കമൻ്റ് ഇട്ട ഹരീഷ് ഉത്തമനോട് ചോദിക്കുന്നു, എനിക്ക് ആ ചങ്ങാതിനെ അറിയാം, അവരങ്ങനെ വിട്ടാൽ പറ്റില്ല, അവൻ്റെ വരികളിൽ എന്തോ ഉണ്ട് പറഞ്ഞാണ് ഒരു ദിവസം വീട്ടിലേക്ക് പുസ്തകങ്ങളായിട്ട് വരുന്നത്. പക്ഷേ അവരെന്നെ വിളിച്ച് നീ നിൽക്കാടി പോലാന്ന്. പക്ഷേ എനിക്ക് നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നു. ഒരു നിമിഷം പോലും എനിക്ക് കൈവറക്കാതെ ഞായറാഴ്ച വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. പക്ഷേ അവർ വരുവോളം കാത്തുന്നു. അവർ വന്നിട്ട് വേറെല്ലാം പുസ്തകം വാങ്ങിച്ചിട്ട് ഞാൻ പോയി. ഞാൻ വെച്ചാൽ ഇവർക്ക് പ്രാന്തോ, എന്നെ ഈ പുസ്തകങ്ങളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത തികച്ചും മദ്യത്തിനടിമായ എന്നെ എനിക്കൊരു പുസ്തകം സമ്മാനം തരുന്ന ഔചിത്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെയും പോയി. ഞാൻ ആദ്യം എൻ്റെ മദ്യപാനത്തിലേക്ക് തുടർന്നു. ഗുരുതരമായി പാൻക്രിയാസായി. അവസാനം ഘട്ടത്തിൽ എന്നെ ആ പുസ്തകങ്ങളെ അടുപ്പിച്ചൊരു രംഗം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അവസ്ഥയിൽ ഞാനും പ്രായ അമ്മ മാത്രം, തിരിഞ്ഞു നോക്കാൻ ഒരാളുമില്ല. അപ്പോൾ ഒരു ദിവസം ഡോക്ടർ എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കുറേ ദിവസം എൻ്റെ അടുക്ക വരുന്നത്, നീ ഇപ്പോൾ കുറേ വർഷമായി കള്ളു കുടിക്കുന്നു, പക്ഷേ ഇത്രയും കാലമായിട്ട് നിൻ്റെ സൗഹൃദങ്ങളിൽപ്പെട്ട ഒരാളെ നിൻ്റെ ബെഡിൻ്റെ അടുക്ക അല്ലെങ്കിൽ നിന്നെ സന്ദർശിക്കുന്നതായിട്ട് കണ്ടിട്ടാണ്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കരഞ്ഞ ദിവസം ആ നിമിഷമാണ് ഞാൻ കരഞ്ഞത്. കാരണം അന്നാണ് എനിക്ക് ചിന്ത വരുന്നത്, ഒരാളും ഇല്ല കൂടെ. ഇത്രയും കൊല്ലം സ്വന്തം എന്ന് കരുതിയ ഒരു സൗഹൃദങ്ങൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടാണ്. അതുമാത്രമല്ല, പിന്നെ ഡോക്ടർ നിന്നോട് ഫോൺ വിളിച്ചിരുന്നു, ഞാനില്ല. പക്ഷേ അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പുനർജീവിതത്തിലേക്കൊരു തുടക്കം എന്ന്. പക്ഷേ ആ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ ആരുമല്ലാതെ നന്മവരം പുറത്ത് ഒരു പുസ്തകം തന്ന ഒരു ബന്ധമല്ല, അതിനപ്പുറത്തേക്ക് ബന്ധമില്ല. അവർ ഡോക്ടറോട് വന്ന് ചോദിക്കുന്നുണ്ട്, ഇത് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് അവർ ഡോക്ടറോട് ചോദിക്കുന്നത് ഇവനെ വേറെ എവിടെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, ബാക്കി എന്ത് ചെയ്യണമെന്ന്. പക്ഷേ അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എന്നെയും സ്നേഹിക്കാൻ ഉണ്ട് ഒരാളെ തിരിച്ചറിവിൽ ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടക്കുകയെന്ന് 2 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം നേരെ വീട്ടിലേക്ക് വരികയും വീട്ടിൽ നിന്ന് വന്നിട്ട് പൂർവാധികം ഞാൻ പല സ്ഥലങ്ങളിലേക്ക് വന്നു. പക്ഷേ വീണ്ടും എനിക്ക് ലേറെ ചിന്തകൾ വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒറ്റൊരു ചിന്ത വന്നു, എന്നെയും സ്നേഹിക്കാനൊരാളുണ്ടായി. അവർ തന്ന സമ്മാനം ഞാൻ ഇതുവരെ തുറന്നു നോക്കിയില്ല, മാസങ്ങൾക്ക് മുമ്പേ കൊണ്ടുവന്ന പുസ്തകമല്ലേ. അങ്ങനെ നേരെ വീട്ടിലേക്ക് ഒറ്റൊരു ഓട്ടം വെച്ചിട്ട് ഒറ്റ ജീവിതത്തിൽ ഒരു നിർണായക ഒരു തീരുമാനം എടുത്തു. പുസ്തകങ്ങൾ അവരുന്ന സമ്മാനം തുറന്നു നോക്കുന്നത് മുമ്പിൽ കിട്ടിയ വ്യക്തിയുടെ കൂടെ പാവങ്ങളാണ്, 800 പേജോളം. പക്ഷേ എനിക്ക് വായനയുടെ ഒരു ഇതിലാണ്ട് ഒന്നും മനസ്സിലായില്ല തിരിച്ചറിവിൽ 800 പേജ് വായിക്കണം എന്നിട്ട് പുസ്തകങ്ങളുടെ മുമ്പിലേക്ക് തന്നെ ഇരുന്നു. അങ്ങനെയാണ് വായനയുടെ തുടക്കം. ആ തുടക്കം എന്ന് പറഞ്ഞാൽ പിന്നെ ശരിക്കൊരു മദ്യപാനി 25 കൊല്ലത്തെ സഹവാസം ഒഴിവാക്കുമ്പോൾ ഉറക്കമൊന്നും കിട്ടിയില്ല. ഉറങ്ങുമ്പോൾ എന്തെല്ലാം മുകളിൽ പായുന്ന എന്തോ ദുസ്വപ്നങ്ങൾ, അങ്ങനെ അതെല്ലാം മറക്കാൻ വേണ്ടി പുലച്ചവരെ ഞാൻ പുസ്തകങ്ങളായിട്ടിരുന്നു. അങ്ങനെ അവസാനം 800 പേജ് നമ്മൾ വായനയുടെ ടച്ച് കിട്ടി. പിന്നെ പുസ്തകങ്ങളിലേക്ക് ഇറങ്ങി എഴുതാൻ തുടങ്ങി. അത്യാവശ്യം
അങ്ങനെ എഴുത്തിൻ്റെ ഇതിലേക്ക് വന്നു. പിന്നെ എഴുത്ത് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു ഉൾക്കാഴ്ചയാണ്. പുസ്തകങ്ങളിലോ ആയിട്ട് ഞാൻ ഇതുവരെ ഒരു പുസ്തകം ഒന്നും എഴുതിയിട്ടില്ല. പെട്ടെന്ന് കാണാം ഡയറക്റ്റ് ഫേസ്ബുക്കിൽ അങ്ങനെ എഴുത്തിൽ വന്ന് ഈ കാഞ്ഞങ്ങാടുള്ള നന്മമരം എന്ന പ്രവർത്തക സംഘടന ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഈ വിനു വേലാശ്വരം എന്ന വ്യക്തി ഈ ഭൂമിയിലോ ഇവിടെ ഉണ്ടായിരുന്നില്ല. അന്നേ മരണത്തെ കീഴടങ്ങി പോകേണ്ട ഒരു ഇതായിരുന്നു. അതാണ് അക്ഷരങ്ങൾക്ക് അത്രത്തോളം ശക്തിയും പവറും ഉണ്ടെന്ന് തെളിയിച്ച ആണ്. അങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഒരു പുനർജനമായി ഈ ക്യാമറയ്ക്ക് മുമ്പിലും സമൂഹത്തിന് മുമ്പിലും ഇന്ന് കേരളം മുഴുവൻ ഞാൻ എത്തിപ്പെടേണ്ട മേഖലയിൽ ഏത് സദസ്സിലും ഉണ്ടെങ്കിൽ സാംസ്കാരിക സദസ്സിൽ എൻ്റെ ഒരു പേര് എത്തിപ്പെടാനുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് തന്ന അക്ഷരങ്ങളും ഈ നന്മമരം എന്ന ചാരിറ്റബിൾ സംഘടനയാണ്. എനിക്കൊരു ജന്മം കടപ്പാട് ഉണ്ടെങ്കിൽ അത് നന്മമരം ഇതാക്കണം. എന്നെ ഇങ്ങനെ ആക്കിയ ആ സംഘടനയ്ക്ക് മുമ്പിലും ആ നല്ല നന്മമരങ്ങൾ ആ മനുഷ്യർ അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ എൻ്റെ ജീവിതം ഞാൻ മാറ്റിവെച്ചത്. അവർക്ക് എന്നെ ജീവൻ തന്നവർക്ക് എന്നെക്കൊണ്ട് നല്ല ഉറപ്പിച്ചിട്ട് ഈ ജീവിതം ആയിട്ട് പോകണമെന്നൊരു ആഗ്രഹം. കാഞ്ഞങ്ങാട്ടെ നന്മമരം എന്ന സ്നേഹക്കൂട്ടായ്മയുടെ പ്രവർത്തകർ ഹരി നോർത്ത് കോട്ടശ്ശേരിയും സലാമും ഒക്കെ. അവരിലൂടെയാണ് എഴുത്തുകാരിയും അഭിനേത്രിയുമായ CP ശുഭ ടീച്ചറിലേക്ക് വിനുവിൻ്റെ കഥയെത്തുന്നത്. CP ശുഭ ടീച്ചറുടെ നിരന്തരമായ സമ്പർക്കത്തിലൂടെ ഒരനിയനെ പോലെ ടീച്ചർ ചേർത്ത് പിടിച്ച വിനു കവിയായി മാറി. ഇന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന വിനു വേലേശ്വരം എന്ന കവിയുടെ ആദ്യ കവിതാ സമാഹാരം വേൽ രൂപങ്ങൾ ഇന്ന് 4ാം പതിപ്പിലെത്തി. ഈ വേൽ രൂപങ്ങൾ യാഥാർത്ഥ്യമാക്കിയതിന് പിന്നിലെ കഥ വിനുവിനെ ജീവിതത്തിലേക്ക്, വായനയുടെ ലഹരിയിലേക്ക്, എഴുത്തിൻ്റെ ലഹരിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിൻ്റെ കഥ CP ശുഭ ടീച്ചർ തന്നെ പറയും. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ആത്മസഞ്ചാരങ്ങളാണല്ലോ പുസ്തകങ്ങളെല്ലാം. വിനു വേലാശ്വരം നന്നായി കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, വളരെ നന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ കവിത എഴുതുന്നു. പക്ഷെ കവിതയിൽ മുഴുവൻ നിരാശയും ആത്മഹത്യാ പ്രവണതയിലുള്ള സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നന്മമരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കാഞ്ഞങ്ങാട് പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തനായിട്ടുള്ള അതിൻ്റെ ഒരു സാരഥിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹരി നോർത്ത് കോട്ടശ്ശേരി. ഹരി ഈ കവിതകൾ സോഷ്യൽ മീഡിയയിൽ കാണും. അതിന് കണ്ടിട്ട് ഓരോ തവണയും കാണുമ്പോൾ ഈ മരണത്തിലേക്ക് പോകുന്ന പോലെയുള്ളൊരു സംഭവം കാണുമ്പോൾ എന്നെ വിളിച്ചിട്ടൊരു ദിവസം പറഞ്ഞു, ടീച്ചറെ നമുക്ക് എങ്ങനെയെങ്കിലും ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരണം, നന്നായിട്ട് എഴുതുന്നുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു നല്ല രീതിയിലേക്ക് അവനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹരി വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹരി അയച്ചു തരുന്ന ഒരു 2000 രൂപ ബാക്കി ഞാനും എല്ലാം ചേർത്തുകൊണ്ട് മാതൃഭൂമിയിൽ നിന്നും അന്ന് DC ബുക്സും നന്നായിട്ട് പ്രവർത്തിക്കുന്ന 2 സ്ഥാപനത്തിൽ നിന്ന് പുസ്തകങ്ങൾ ശേഖരിച്ചിട്ട് പുസ്തകങ്ങളായിട്ട് വിനുവിനെ കാണാൻ പോയിന്ന്. വിനു വേലാശ്വരത്തെ വീട്ടിലേക്ക്. അപ്പോൾ എൻ്റെ കൂടെ എന്നുണ്ടായത് നന്മമരത്തിൻ്റെ ഏറ്റവും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഹരീഷാണ്. ഹരീഷിനെ ഏറ്റവും നന്നായിട്ട് പേഴ്സണലായിട്ട് അറിയുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ ഹരീഷും ഞാനും കൂടിയാണ് വരുന്നത്. പുസ്തകം കൊടുക്കുന്നു. അപ്പോൾ ആ കാണേണ്ടൊരു വല്ലാത്തൊരു രൂപമായിരുന്നു വിനുവിൻ്റെ. വല്ലാതെ മെലിഞ്ഞ് ക്ഷീണിച്ചിട്ടൊരു മനുഷ്യരൂപം. അപ്പോൾ വിനു എന്താ എന്ന് വെച്ചാൽ പുസ്തകം വാങ്ങുമ്പോൾ ഞാൻ എന്തായാലും വായിക്കും ടീച്ചറെ എന്നെല്ലാം പറഞ്ഞു. പക്ഷേ വായിക്കുമെന്ന് പറയുമ്പോഴും നമുക്കും വിനുവിനും ഉറപ്പില്ല ഇത് വായിക്കുമോ, എന്താണ് അടുത്ത ഇത് നല്ലോ. പക്ഷെ നമ്മൾ ഇനി മദ്യപിക്കുന്നത് കുറക്കണം, തീർത്തും നിർത്തണം എന്നുള്ള നമ്മുടെ ഒരു പ്രാർത്ഥന, നമ്മുടെ ഒരു ആഗ്രഹം എന്നൊക്കെ പറയുന്നു. വിനു ഇത് സമ്മതിക്കുന്നു. പുസ്തകം കൊണ്ട് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ പോകുന്നു. വിനു പക്ഷേ വീണ്ടും ഒരുപാട് സുഹൃത്തുക്കളുടെ താല്പര്യത്തിൽ വീണ്ടും അതിലേക്കൊക്കെ വഴുതി പോകുന്നുണ്ട്. പക്ഷേ ഏതോ ഒരു നിമിഷം വിനു തന്നെ വിചാരിക്കുന്നു ഈ മദ്യപാനം നിർത്തവും തീർത്തും ലഹരി പുസ്തകത്തിലേക്ക്, വായനയിലേക്ക് മാറ്റണമെന്നും വിനു തീരുമാനിക്കുന്നു. നമുക്കറിയാതെ ഏത് ബാഹ്യശക്തികൾ പ്രവർത്തിക്കുമ്പോഴും അവനവൻ തീരുമാനിക്കാതെ ഒരു കാര്യവും നടപ്പിലാവില്ല. ലോകത്ത് അങ്ങനെ തന്നെയാണ്, അതിൻ്റെ ഒരു സൈക്കോളജി അത് തന്നെയാണ്. അപ്പോൾ വിനു കുറച്ചും കൂടെ കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. പാൻക്രിയാസിന് കഠിനമായിട്ടുള്ള വേദന വരും, വളരെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു. ഹോസ്പിറ്റലൈസ് ചെയ്തതിന് ശേഷം ഇവൻ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഡോക്ടർ ഓരോ തവണയും പറയുന്നുണ്ട് ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കൾ എന്ന് ചോദിക്കുന്നതിലുണ്ട്. പക്ഷേ ഞാൻ ഗോകുലൻ നന്മമരത്തിൻ്റെ ഒരാൾ തന്നെയാണ്, പ്രവർത്തകൻ തന്നെയാണ് പറഞ്ഞിട്ടാണ് ഇവൻ ഹോസ്പിറ്റലൈസ് ചെയ്ത് അറിയുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടിയിട്ട് ഞാനും ജയേഷും കൂടെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ആയിട്ട് ഇവനെ കാണാൻ വേണ്ടി പോന്നു. അപ്പോൾ അമ്മയും മോനും മാത്രമേ ഉള്ളൂ കൂടെ. അമ്മ ആടുന്ന് സംസാരിക്കുന്നു, കാര്യമെല്ലാം ചെയ്യുന്നു. ഇവനും ഒരു വല്ലാത്തൊരു കണ്ടീഷനിലാണ് ഉള്ളത്. അന്ന് നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് നേരിട്ട് ഡോക്ടറോട് സംസാരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു
തിരിച്ചു വരാനെല്ലാം പറ്റും. പക്ഷേ ഇനി തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഹോസ്പിറ്റലൊന്നും വരണ്ട, പോകാൻ വേണ്ടി തയ്യാറായിട്ട് മാത്രം മദ്യപിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇവൻ്റെ അടുത്ത് സംസാരിച്ചു. നമ്മളിന്ന് കുറേ സ്നേഹത്തിൽ സംസാരിക്കുകയെല്ലാം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ടീച്ചറമ്മ ഞാൻ നിർത്തും, എനിക്ക് ഇതിനോട് കൂടെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, ഇപ്പോൾ ഹോസ്പിറ്റലാകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിർത്തും എന്നെല്ലാം പറഞ്ഞു. ഒരു 75% പ്രതീക്ഷ നമുക്കൊന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അന്നൊരു മുഴുവനായിട്ടില്ല പ്രതീക്ഷ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് എഴുത്തിൽ വലിയൊരു മാറ്റം കണ്ടു തുടങ്ങി. ആദ്യമേ നല്ല ഭാഷയാണ് വിനുവിൻ്റെത്, പക്ഷെ പിന്നീട് ഭയങ്കര പ്രതീക്ഷയും ജീവിതത്തിലെ ചേർത്ത് പിടിക്കുന്ന പോലെയുള്ള എഴുത്തിലേക്ക് വിനു മാറുന്നു. അപ്പോൾ നമ്മളെല്ലത് ഭയങ്കര സന്തോഷത്തോടെയും, നന്മമരം മാത്രമല്ല കാഞ്ഞങ്ങാട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ വലിയ ആവേശത്തോടെ അത് കണ്ടത്. അങ്ങനെയുള്ള വിനു വളരെ പെട്ടെന്നാണ് ആ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കംപ്ലീറ്റ് മദ്യപാനം നിർത്തുന്നു. ഇപ്പോൾ ഒരു 2.5-3 വർഷത്തോളമായി മദ്യപാനം തീരെ ഇല്ലാത്തത്. നന്മമരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സജീവ പ്രവർത്തകനാകുന്നു. ചെടി നട്ടുപിടിപ്പിക്കാനും പാവങ്ങൾക്ക് ഈ തെരുവിലും ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനത്തിനും മറ്റെല്ലാ പദ്ധതിക്കും ഇടപെടുന്നു. അപ്പോഴാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനമായിട്ട് വലിയ സജീവമായിട്ട് ഒരു ക്യാമ്പയിൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. വിനുവിൻ്റെ കാര്യം അറിഞ്ഞിട്ട് അവർ വിനുവിനെ കാണുന്നു. പിന്നീടുള്ള പോലീസിൻ്റെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ വിനു ഒരു മാതൃകയായിട്ട് മുമ്പിൽ വരുന്നു. ഇതൊക്കെ വലിയ വലിയ സന്തോഷത്തോടെ ആ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതിൻ്റെ ഇടയിൽ പുസ്തക വണ്ടീൻ്റെ ആൾക്കാർ, അവർ പുസ്തകവണ്ടി എന്ന് വെച്ചാൽ ലോകത്തിൽ ഏത് ഏത് പ്രസിദ്ധീകരണങ്ങളിലും ഇറങ്ങുന്ന പുസ്തകങ്ങളെ അവരുടെ കൊടുക്കുന്ന അഡ്രസ്സിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പുസ്തകവണ്ടി. 1-2 പുസ്തകങ്ങൾ അവർ ആ സമയത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം എൻ്റെ പുസ്തകമാണ് പുസ്തകവണ്ടി പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ വിനുവിൻ്റെ പുസ്തകത്തിനെ പറ്റി ചർച്ച ചെയ്യാൻ നമ്മുടെ നിന്നു. അവർ വളരെ സന്തോഷത്തോടെ എടുത്തു. കാരണം അവരുടെ പുസ്തകവണ്ടിയുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ സോഷ്യൽ വർക്ക് എന്നുള്ള അർത്ഥത്തിൽ കൊണ്ടുപോകുന്നതാണ്. ജയേഷ് അതുപോലെ നബിൻ ഒടയഞ്ചാൽ. അപ്പോൾ ജയേഷും നബിനും അത് ഏറ്റെടുത്തുമ്പോൾ പുസ്തകം നന്നായി. സജീന്ദ്രൻ കാറടുക്കയുടെ ഒരു കവറോട് കൂടിയിട്ട് വെയിൽ രൂപങ്ങൾ എന്ന പേരിൽ കവിതാ സമാഹാരം ഇറങ്ങി. ആ കവിതാ സമാഹാരത്തിന് കവികളുടെ ഇടയിൽ മാത്രമല്ല, വായനക്കാരുടെ ഇടയിൽ മാത്രമല്ല, മാധ്യമങ്ങളുടെ ഇടയിൽ വലിയ ശ്രദ്ധ കിട്ടി. പുസ്തകങ്ങൾ ആൾക്കാർ വായിക്കുന്നു, വീണ്ടും വീണ്ടും ചോദിക്കുന്നു. അത് 1, 2, 3 പതിപ്പുകൾ ഇറങ്ങി 4ാം പതിപ്പിലേക്കും എത്തി. 4ാം പതിപ്പ് ഇറങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ വിനുവിൻ്റെ വളർച്ചയിൽ വിനുവിൻ്റെ സാഹിത്യ ലോകത്ത് മാത്രമല്ല സാംസ്കാരിക ലോകത്തും വലിയൊരു വളർച്ച വിനുവിന് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇന്ന് വിനു വളരെ തിരക്ക് പിടിച്ചൊരു മനുഷ്യനാണ്. നന്മമരം കാഞ്ഞങ്ങാടിൻ്റെ പ്രവർത്തനത്തോടൊപ്പം തന്നെ പല ഉദ്ഘാടന വേളകളിൽ ക്ഷണിതാവുന്നു. അതോടൊപ്പം കവിയരങ്ങിൽ പങ്കെടുക്കുന്നു. ഒരു മനുഷ്യൻ പുസ്തകം എങ്ങനെ മാറ്റി, ഒരാൾ എന്നുള്ള പുസ്തകം എങ്ങനെയാണ് ഒരു മനുഷ്യനെ മാറ്റുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ട് അറിഞ്ഞ ഒരു സത്യമാണ്. ഇനി വലിയ ഉയരത്തിലേക്ക് വിനു വരും, ഉറപ്പാണ്. വായനയും എഴുത്തും ലഹരിയാക്കി മാറ്റി വിനു ഇപ്പോൾ നയിക്കുന്ന 2ാം ജീവിതത്തെക്കുറിച്ച്. മോട്ടിവേഷൻ ക്ലാസുകൾ, ലഹരി ബോധവൽക്കരണ ക്ലാസുകൾ, വായനശാലകളിലെ വായനക്കളരികൾ. അദ്ദേഹം ഇന്ന് സജീവമാണ് സാംസ്കാരിക രംഗത്തും സാഹിത്യരംഗത്തും. ആ പൊതുജീവിതത്തെക്കുറിച്ച്. പുസ്തകം തന്ന പൊതുജന്മത്തിന് ശേഷം എൻ്റെ ഇപ്പോഴുള്ള ലഹരി പറഞ്ഞാൽ പരമാവധി ഏകദേശം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. പിന്നെ ലഹരിക്കെതിരെയുള്ള ക്ലാസ്സുകൾ സ്കൂളിലും കോളേജുകളിലും പിന്നെ ഗ്രന്ഥാലയങ്ങളിലെ വായനാക്കളരികൾ ഉദ്ഘാടനം ചെയ്യാൻ പോകൽ. ഇത് കാഞ്ഞങ്ങാട് ജനമൈത്രി പോലീസിൻ്റെ ഒരു വളണ്ടിയറാണ് ഞാൻ. പിന്നെ കേരള ഫയർഫോഴ്സിൻ്റെ കീഴിലുള്ള സിവിൽ ഡിഫൻസ് അംഗമാണ് ഞാൻ. പിന്നെ ഏറ്റവും വലിയ ഹോബി പറഞ്ഞാൽ അനാഥരെ തെരുവിൽ ഭക്ഷണം കൊടുക്കുന്ന നന്മമരത്തിൻ്റെ മെയിൻ പ്രധാന ഒരു പുനർജീവിതത്തിന് അവരെന്നെ അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി വരെ ആക്കി. ആ പ്രവർത്തനമാണ് വലുത്. അനാഥ ശവങ്ങൾ എടുത്ത് പരിഹാരം പോയിട്ട് ആരും ഇല്ലാത്തവരെടുത്ത് മറവ് ചെയ്യുക, ആരും ഇല്ലാത്തവരെ ഹോസ്പിറ്റലിൽ സഹായിക്കുക. പിന്നെ റെയിൽവേ ട്രാക്കിൽ ആരും എടുക്കാൻ തയ്യാറാവാത്ത ചീഞ്ഞളിഞ്ഞ മൃതദേഹങ്ങൾ എടുക്കുക. അതാണ് അതിൽ നിന്ന് കിട്ടുന്ന ലഹരിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി. ഞാൻ കഴിഞ്ഞ 42 വർഷത്തോളം 25 വർഷത്തോളം കുടിച്ച ഒരു ലഹരിയല്ല എന്ന് തിരിച്ചറിഞ്ഞതാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ തിരിച്ചു കിട്ടിയ ജീവിതമല്ല, ഇതിന് നന്മകൾ ചെയ്ത് മാത്രം
എൻ്റെ ജീവിതം പൂർത്തിയാക്കണം എന്നാണ് ഒരാഗ്രഹം. അതിലാണ് ഇപ്പോൾ എൻ്റെ ലഹരി അങ്ങനെ ചെയ്യുന്ന പ്രവർത്തികളിൽ. പിന്നെ ഞാൻ എഴുതിയ വെയിൽ രൂപങ്ങൾ ഏറ്റവും സന്തോഷം കിട്ടിയത് എൻ്റെ എഴുത്തിൻ്റെ ശൈലി പറഞ്ഞാൽ ശരിക്കും നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ്, അതിസാഹിത്യത്തിൻ്റെ അങ്ങനൊന്നുമില്ല, നാട്ടുഭാഷ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ കവിത ചർച്ച ചെയ്ത് തൊഴിലുറപ്പ് പെണ്ണുങ്ങളും സാധാരണ കല്ല് പണിക്കാം ഞങ്ങൾക്ക് വേണ്ടി എഴുതുന്നിട്ട് ഒരു ബുക്ക് 125 ബുക്കിൽ അധികം ഞാൻ പോയെടുക്കുന്ന എനിക്ക് 500 രൂപ പോക്കറ്റിൽ ഇട്ട് തന്നതാണ്. ഇനി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സാധാരണക്ക് വേണ്ടി എഴുതുന്നിട്ട്. അപ്പോൾ എഴുത്ത് വായന ഇത് ലഹരി. പിന്നെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ രാവണി മാഷ്, പിന്നെ സോമങ്കടൽ മാഷിൽ എൻ്റെ എഴുത്ത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പ്രശസ്തരായ 50 കവികളിൽ എൻ്റെ അഞ്ചോളം കവിതകളുണ്ട്. ഇങ്ങനെ പ്രഗത്ഭർ കുറേ ആൾ, DYSP ബാബു പെരുങ്ങോ സാർ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ എടുക്കുന്ന തീരുമാനം ഒരു മോട്ടിവേഷൻ തന്ന് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഇറക്കാൻ അധികം ഇതാക്കാറുണ്ട്. അധികം എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യും. പിന്നെ കാഞ്ഞങ്ങാടും കാസർഗോഡിൽ നടക്കുന്ന ഏകദേശം സാംസ്കാരിക സദസ്സിലും കാണിയായും മറ്റെന്തെങ്കിലും വിശിഷ്ട സാന്നിധ്യമായിട്ടും പങ്കെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. കോളേജുകളിലും ബോംബെ വരെ മലയാളി അസോസിയേഷൻ്റെ പരിപാടിക്ക് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, ഗോവ. അതെല്ലാം കാണിയായിട്ട് പോകുന്ന പുതിയ അനുഭവങ്ങളും ലഹരിയുമായിട്ട് യാത്രകളും ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ടും ഇതും. പക്ഷേ ഏറ്റവും നല്ല ലഹരി പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, തെരുവിൽ ആരുമില്ലാത്തവരെ സഹായിക്കുമ്പോൾ, ഒരു നേരം ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ വഹിക്കുമ്പോൾ ഒരു ചിരിയുണ്ട്. അത് നമ്മളുള്ളിൽ തട്ടുമ്പോഴും അങ്ങനത്തെ ചെയ്യുന്ന പ്രവർത്തികളാണ് ലഹരി. മറ്റുള്ള ലഹരി ഞാൻ അടിച്ച മദ്യപാനവും അങ്ങനത്തെ ഒന്നും ജീവിതത്തിൽ ഒരു ലഹരിയേ അല്ല തിരിച്ചറിവിൻ്റെ ഇതാണ് ഈ പുതിയ ജീവിതത്തിൽ. അതുകൊണ്ട് കഴിയുന്ന കാലം പുനർജന്മം എനിക്ക് തന്നെ ഒരു പുനർജന്മമാണ്. ആ തന്ന മനുഷ്യരുടെ കടപ്പാടായിട്ട് നല്ലത് ചെയ്ത് മാത്രം അവർക്കും നല്ലത് ചെയ്ത് ജീവിതത്തോട് പൂർത്തിയാക്കണം എന്ന ഒറ്റൊരാഗ്രഹമേ എനിക്ക് മനസ്സിലുള്ളൂ. വെയിൽ രൂപങ്ങൾ. വെളുത്തവനെ പേറി തിളപ്പിച്ചെടുത്തത് കൊണ്ടാണ് കറുത്തുപോയതെന്ന് കഞ്ഞിക്കലം. കറുത്ത ബോർഡിൽ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിച്ച വെളുത്തവർ കറുത്തവനെ നിറത്തിൻ്റെ പേരിൽ നിന്ദിച്ചു. സഹനത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ വെയിൽ രൂപങ്ങളാണ് കറുത്തവരെന്ന് ആരും തിരിച്ചറിഞ്ഞതുമില്ല. ജീവിതം കൈവിട്ടു പോയപ്പോൾ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്ത കൂട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഇപ്പോൾ വിനുവിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് ഞാൻ അവഗണിക്കപ്പെട്ടെടുത്തുനിന്നാണ് കൂട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എനിക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത്. ഒരു സന്തോഷമുണ്ട്. എൻ്റെ പേര്, നാടിൻ്റെ പേര് കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ എനിക്ക് പറ്റി. അത് തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ എഴുത്തിൻ്റെ മേഖലയിൽ എന്തും ആയിട്ടുണ്ടെങ്കിലും എൻ്റെ ടീച്ചറമായ CP ശുഭ ടീച്ചറാണ്. സ്വന്തം മകനെ പോലെ ചേർത്ത് പിടിച്ച് എല്ലാ മേഖലകളും കൊണ്ടെത്തിച്ചിട്ട് എൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് വേണ്ടത് ചെയ്ത് ഇന്ന് വിനു വേലാശ്വരം എന്ന കവിയെ രൂപപ്പെടുത്തൽ എൻ്റെ ടീച്ചറമ്മയാണ്. ഇത് അപ്പോൾ തീരാത്ത കടപ്പാടാണ് എൻ്റെ ടീച്ചറമ്മയോട്. ലഹരി കൊണ്ടുപോയതിൻ ബാക്കി കവിതയായി വിരിയിച്ച വിനു വേലേശ്വരത്തിൻ്റെ ജീവിത വഴികളിലൂടെയാണ് നേർക്കാഴ്ച ഇന്ന് സഞ്ചരിച്ചത്. നേർക്കാഴ്ചയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വേറിട്ട കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.